മനു, മോക്ഡ്രിൽ ആരംഭിച്ചിരിക്കുന്നു. കൃത്യം 4 മണിക്ക് സൈറൺ മുഴങ്ങിയതോടുകൂടി സംസ്ഥാനത്ത് മോക്ഡ്രിൽ ആരംഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് ദുരന്തനിവാരണ അതോറിറ്റി ആസ്ഥാനത്താണ് ഈ ജനങ്ങൾക്കായി ഇതിനുള്ള സൗകര്യം ദുരന്തനിവാരണ അതോറിറ്റിയും സർക്കാരും ഒരുക്കിയിരിക്കുന്നത്. 4 മുതൽ 4:30 വരെയാണ് ഈ മോക്ക് ഡ്രിൽ നടക്കുക. ഈ കൃത്യം 4:28 അടുത്ത സൈറൺ മുഴങ്ങും. അതിനർത്ഥം നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാമെന്ന വളരെ പോസിറ്റീവായ ഒരു സന്ദേശമാണ് ആ സമയത്ത് നൽകുക. ഇപ്പോൾ മോക്ക് ഡ്രിൽ ആരംഭിച്ചിരിക്കുന്നത് ഒരേ സമയം 14 ജില്ലകളിലും പല ഭാഗങ്ങളിലായി ഇത് നടക്കുകയാണ്. 4 മണിക്കും 4:28 ഈ സൈറൺ മുഴങ്ങും. ഇത് എല്ലായിടങ്ങളിലും ആളുകൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അരുൺ, അതാണ് സൈറൺ മുഴങ്ങി. ഇപ്പൊ നമുക്ക് ആളുകളുടെ ദൃശ്യങ്ങൾ കാണാം. ഒരു സൈറൺ മുഴങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ പെട്ടെന്ന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ആളുകൾ പെട്ടെന്ന് നിലത്ത് കിടക്കുന്നു. അഗ്നിബാധയുണ്ടായാൽ, കാരണം ഒരു സ്ഫോടനം ഉണ്ടായാൽ, അതിനെ തുടർന്ന് അഗ്നിബാധം ഉണ്ടായാൽ എങ്ങനെ അതിനെ നേരിടാം എന്നതിന്റെ ദൃശ്യങ്ങൾ. ഇതെല്ലാം തന്നെ ജനങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ നിന്നാണ് എങ്ങനെയാണ് ഒരു അപകടമുണ്ടായാൽ അതിനെ അതിജീവിക്കുക എന്ന പാഠം നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മോക്ഡ്രില്ലിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായാൽ എങ്ങനെ അത് നേരിടാൻ കഴിയും എന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്നോടൊപ്പം കൊച്ചിയിൽ നിന്ന് കൂടി ഡാനി പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി പോൾ, കൊച്ചിയിൽ ഇത് എങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മനു, കൊച്ചിയിൽ വിവിധ ഇടങ്ങളിലായിട്ടാണ് മോക്ഡ്രില്ല് സജ്ജീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മളുള്ളത് എറണാകുളം കളക്ടറേറ്റിലാണ്. കളക്ടറേറ്റിൽ ഇവിടെ അല്പസമയം മുമ്പ് സൈറൺ മുഴങ്ങിയിരിക്കുന്നു. അതിനുശേഷം ഏതാണ്ട് 100-ലധികം വരുന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ അവർ ഇപ്പോൾ വിവിധ ഇടങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. കളക്ടറേറ്റിന് ചുറ്റുപാടുമുള്ള കടകളിലേക്കും മറ്റും തിരിഞ്ഞുകൊണ്ട് അവിടെ മുന്നറിയിപ്പുകൾ കൊടുക്കുന്നു. ആ രീതിയിലേക്ക് അവരൊരു പ്രവർത്തനങ്ങൾ മാറ്റിയിരിക്കുകയും ചെയ്യുകയാണ്. ഏതാണ്ട് ഇതിനകത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് എത്തിയിരിക്കുന്ന വോളണ്ടിയർമാർ അവരെ ഇവിടെ ഓഫീസുകളിൽ നിന്നുള്ളവരെ അവർ പുറത്തേക്ക് കൊണ്ടുവരികയും എല്ലാം തന്നെ ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു മീറ്റിംഗ് പോയിന്റിലേക്ക് അസംബിൾ ചെയ്യുക, അതിനുശേഷം കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് അവരെ മാറ്റുക എന്ന രീതിയിലാണ് ഇത്. ഇവിടെ ഒരു ഫയർ സംവിധാനം ഉണ്ടായാൽ, ആ രീതിയിലൊരു അഗ്നിബാധ അടക്കമുണ്ടായാൽ എങ്ങനെയാണ് അവിടെ ആ ഒരു സൈറൺ മുഴങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടുത്തെ ജീവനക്കാരും മറ്റാളുകളും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെ? അപ്പൊ ആളുകൾ പെട്ടെന്ന് മാറണം. നിലത്ത് വീണ ആളുകളെ എങ്ങനെ രക്ഷിക്കണമെന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഒരു വശത്ത് കാണാൻ കഴിയും. കാക്കനാട് കലക്ടറേറ്റിൽ നിന്നാണ് ഡാനി ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത്. അവിടെ ഉദ്യോഗസ്ഥർ അടിയന്തരമായി സന്ദേശങ്ങൾ പെട്ടെന്ന് കൈമാറും. ഇതിന്റെയൊക്കെ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് ഈ ഘട്ടങ്ങളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ പറയുന്നത് അനുസരിക്കാനും അവരോട് പൂർണ്ണമായി സഹകരിക്കാനും ഉള്ള ഒരു സമയമാണ്. ഏറ്റവും പെട്ടെന്ന് ആളുകൾക്ക് വൈദ്യസഹായം നൽകേണ്ട രീതി, അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടുന്ന രീതി, ഇതെല്ലാമാണ് അവിടെ പ്രകടമാകുന്നത്. ആളുകളെ പെട്ടെന്ന് എങ്ങനെ തൊട്ടടുത്ത വൈദ്യസഹായ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഫയർഫോഴ്സ് എന്ത് തരത്തിലുള്ള നീക്കം നടത്തും എന്നത് കാണുന്നു. ഫയർഫോഴ്സ് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നു. അടിയന്തരമായുള്ള നടപടികൾ എങ്ങനെ എന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.